എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ 3ാമത്തെ സെക്ഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാമായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. സന്തോഷം. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി പലതവണയായി ഗുരു പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന നടത്തുന്നപ്പോ അതുകൊണ്ട് അനുഗ്രഹമാണ്. ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര ഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ചേട്ട. സത്യാദരപൂർവം ഇന്നത്തെ ക്ലാസ്സിനായി ടീച്ചറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ജയശങ്കര. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവേഭ്യോ നമോ നമഃ. അദ്യ കർക്കിട മാസസ്യ അന്തിമഃ രവിവാസരഃ. കർക്കിടകത്തിലെ അന്തിമഃ രവിവാസരഃ, അവസാനത്തെ ഞായറാഴ്ചയാണ്. അതഃ ഏവ സർവത്ര കുറെ അധികം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം രാമായണ സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വിശിഷ്ട ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകള്, അത്തരത്തിലുള്ള പരിപാടികൾ ധാരാളമായിട്ട് നടക്കണം. അപ്പൊ നമുക്കൊക്കെ തിരക്കാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാനും പറഞ്ഞു 8 മണിക്ക് നമുക്ക് മറ്റൊരു ക്ലാസ് തുടങ്ങണം. അപ്പോൾ അത് ചെറിയൊരു ഇതേ സമയത്ത് വേറൊരു പ്രോഗ്രാമും ഉണ്ട്. അപ്പൊ അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് വന്നതാണ്. എന്തായാലും നമുക്ക് തുടങ്ങാം. സന്തോഷമുള്ള കാര്യമാണ് ധാരാളം പരിപാടികൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇനിയും കൂടുതലായിട്ട് നടക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മള് ആദ്യം അക്ഷരങ്ങളെ പരിചയപ്പെട്ടു. പിന്നെ വാക്കുകളില് 3 ലിംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത്രയാണ് നമ്മൾ പറഞ്ഞത്. 3 ലിംഗങ്ങള്: പുല്ലിംഗഃ, സ്ത്രീലിംഗഃ, നപുംസകലിംഗഃ. അതിൽ തുടക്കം എന്നുള്ള രീതിയിൽ അവസാനം വിസർഗം വരുന്നത് ഹ എന്ന് വരുന്നതിനെ നമുക്ക് കൂടുതലായിട്ട് പുല്ലിംഗത്തിൽ ഉൾപ്പെടുത്താം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കം എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നതാണ്. അതല്ലാത്ത സ്ത്രീലിംഗങ്ങൾ ധാരാളം വിസർഗത്തോട് കൂടിയിട്ടുള്ളതുണ്ട്. എങ്കിലും നമ്മുടെ ഒരു എളുപ്പത്തിന് തുടക്കം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ബാലഹ, വൃക്ഷഹ, ഗജഹ, അജഹ, മൃഗങ്ങളാണ്. സ്ത്രീലിംഗസ്യ ഉദാഹരണാനി സന്തി വനിത, മാല, രമ, വാടിക, ഗായിക. ഏവം ആകാരാന്തേ സന്ധിത്തെ. ഈ പറഞ്ഞതൊക്കെ ആകാരാന്തത്തില് അവസാനിക്കുന്നതാണ്. അതുപോലെ
ഈകാരാന്തത്തിലുള്ള സ്ത്രീലിംഗങ്ങളുണ്ട്. ദേവി, ഗൗരി, പാർവതി, ഇങ്ങനെ ഈ എന്നവസാനിക്കുന്ന ഭഗിനി, ഭഗിനി ഇത്യസ്യ സോദരി ഇതി അർത്ഥഃ. ഇങ്ങനെ സ്ത്രീലിംഗങ്ങള്. നപുംസകലിംഗങ്ങള് വനം, സുഖം, മുഖം, നക്ഷത്രം, ഗൃഹം, ഇങ്ങനെ നപുംസകലിംഗങ്ങൾ. ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ തന്നെ വചനങ്ങളും 3 തരത്തിലുള്ള വചനങ്ങളുണ്ട്. അത് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ നമ്മൾ 2 തരം വചനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏകവചനം, ബഹുവചനം. ഇപ്പൊ മരം എന്നുള്ളത് ഏകവചനം, മരങ്ങൾ ബഹുവചനം, മനുഷ്യൻ ഏകവചനം, മനുഷ്യർ ബഹുവചനം. ഇങ്ങനെ ഏകവചനം ബഹുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസ്കൃതത്തില് ഇതിനിടയില് ദ്വിവചനം എന്നുള്ള ഒരു വചനം ഉണ്ട്. അതായത് 2 മാത്രമായിട്ട് പറയുന്നത്. 2 മരങ്ങൾ, 2 പുസ്തകങ്ങൾ, 2 മനുഷ്യർ, ഇങ്ങനെ 2 പറയുന്നതായിട്ട് ദ്വിവചനം എന്നുള്ള ഒരു വചനം കൂടി ഉണ്ട്. അത് നമുക്ക് നാരായണീയത്തിലൊക്കെ രസകരമാരുടെ ലീലകള് പറയുമ്പോ, അതായത് അവിടെ ശ്രീകൃഷ്ണനും ബലരാമനും 2 പേരാണല്ലോ, 2 പേര് ചേർന്നിട്ട് കളിക്കുന്നതും അവര് നടക്കുന്നതും അവര് വർത്തമാനം പറയുന്നതും, അങ്ങനെ അവരുടെ ലീലകള്, അതായത് ബാലലീല എന്നുള്ള ഒരു സർഗമുണ്ട്. അത് മിക്കവാറും പേർക്ക് പരിചിതമായിരിക്കും. അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ചരന്തവും എന്നൊക്കെ കാണാം, ദ്വിവചനത്തിൽ കാണാം. അതിന്റെ ശ്ലോകം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇങ്ങനെ ദ്വിവചനം, അതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക് 2 മാത്രമായിട്ട് പറയേണ്ടി വരും. ഇപ്പൊ 2 കണ്ണുകൾ, ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ടു എന്ന് പറയുമ്പോ അവിടെ എപ്പോഴും 2 കണ്ണുകൾ ഒരുമിച്ചാണല്ലോ കാണുന്നത്. ഇങ്ങനെ 2 ചെവികൾ, ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ 2 മാത്രമായിട്ട് പറയേണ്ടി വരും. അപ്പൊ അതിനായിട്ട് ദ്വിവചനം എന്നുള്ള ഒരു വചനം കൂടി ഇടയിലുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ നമുക്ക് ഓരോ ലിംഗത്തിലും എങ്ങനെയൊക്കെ അത് വരും എന്നുള്ളതൊന്ന് സാമാന്യമായിട്ടൊന്ന് നോക്കാം. അതില് വൃക്ഷഃ എന്നുള്ളത് വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഃ, ഇങ്ങനെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം വരും. സോറി, അത് ചെറിയൊരു പ്രശ്നം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് പറയാം. വൃക്ഷഃ എന്നുള്ള അകാരാന്തഃ പുല്ലിംഗഃ, വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഃ, ഇങ്ങനെ രണ്ടാമത്തേതിന് ഔ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വരുന്നത്. മനുഷ്യഃ എന്നാണെങ്കിൽ മനുഷ്യഃ, മനുഷ്യൗ, മനുഷ്യാഃ. അത് ഞാൻ നേരത്തെ നാരായണീയത്തിലെ ശ്ലോകം പറഞ്ഞല്ലോ, അതിന്റെ തുടക്കം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇതാണ് ചരന്തൗ എന്നൊക്കെയുള്ള വാക്കുകൾ ധാരാളം കാണാം. സഞ്ചരന്തൗ, ഭവന്തൗ എന്നൊക്കെ കാണാം. മഞ്ജു മഞ്ജീര ശിഞ്ചൗ എന്നൊക്കെ ആ നാരായണീയത്തില് വരികൾ, അതവിടെ എല്ലാം ദ്വിവചനത്തിലാണ് വരുന്നത്. അതിന്റെ തുടക്കം ഓർമ്മയിൽ വരുന്നില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ ദ്വിവചനം അങ്ങനെ ഔ എന്ന് വരും പുല്ലിംഗത്തില്. വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഃ, വൃദ്ധഃ, വൃദ്ധൗ, വൃദ്ധാഃ, കൃഷ്ണഃ, കൃഷ്ണൗ, കൃഷ്ണാഃ. അതായത് ഒരു കൃഷ്ണൻ, കൃഷ്ണൗ 2 പേര്, കൃഷ്ണൻ എന്ന് പേരുള്ള 2 പേര്, കൃഷ്ണൗ, കൃഷ്ണാഃ. ഇതിലെ ബഹുവചനം എന്ന് പറയുന്നത് 2ൽ കൂടുതൽ എത്ര സംഖ്യകൾ ഉണ്ടെങ്കിലും അതിനെ ബഹുവചനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് 3 മുതൽ
ഇനി കോടിക്കണക്കിന് സംഖ്യകൾ വരെ നമ്മൾ പറയുമ്പോൾ അതിനെയൊക്കെ ബഹുവചനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ വിദ്യാലയഃ വിദ്യാലയൗ വിദ്യാലയാഃ, യുവകഃ യുവകൗ യുവകാഃ, സുന്ദരഃ സുന്ദരൗ സുന്ദരാഃ, അധ്യാപകഃ അധ്യാപകൗ അധ്യാപകാഃ. ഇങ്ങനെ പുല്ലിംഗത്തില് വരും. അപ്പൊ ഈ നമ്മൾ ശ്ലോകങ്ങളൊക്കെ സംസ്കൃതം കാര്യമായിട്ട് അറിയാതെ ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ഈ ഏകവചനം ബഹുവചനം ഒക്കെ മാറിപ്പോയാൽ പ്രശ്നമാണ്. ഇപ്പൊ കൃഷ്ണഹ എന്ന് മാത്രം ആണെങ്കിൽ, കൃഷ്ണഹ എന്നാണെങ്കിൽ ഏകവചനം, കൃഷ്ണാഹ എന്നാണെങ്കിൽ ബഹുവചനം. അപ്പൊ ബ്രാഹ്മണന്മാര് എന്നൊക്കെ പറയുമ്പോ ബ്രാഹ്മണഹ എന്ന് വെച്ചാൽ ഏകവചനാണ്, ബ്രാഹ്മണാഹ ബഹുവചനം. അതിൽ ഈ എന്താണ് ബ്രാഹ്മണൗ ദ്വിവചനം. ബ്രാഹ്മണാഹ എന്നുള്ള അവിടെ ദീർഘം ഉണ്ടല്ലോ, ആ ദീർഘം വിട്ടുപോയിട്ട് നമ്മൾ ബ്രാഹ്മണാഹ എന്നുള്ളത് ബ്രാഹ്മണഹ എന്ന് ഏകവചനത്തിൽ പറഞ്ഞാൽ അവിടെ അർത്ഥം മാറി. കാരണം മറ്റേത് കൂടുതൽ പേരെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദീർഘം അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ ഒരാളായി, ഏകവചനായി. അപ്പൊ അവിടെ അർത്ഥവ്യത്യാസം വരും. ഇത് പലപ്പോഴും നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും ഈ വചനത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് ഇപ്പൊ കൂടുതൽ പേർ ഉണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ഒരാളിൽ ഒതുക്കിയാൽ ചിലപ്പോ അതിന്റെ ആ ഒരു സന്ദർഭം അനുസരിച്ച് അവിടെ ആ സൂചിപ്പിക്കുന്ന കാര്യത്തിന് വ്യത്യാസം വരും. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഈ ഏകവചനം ദ്വിവചനം ബഹുവചനം. ഇപ്പൊ ജനാഹ എന്നുള്ളിടത്ത് ജനാഹ എന്ന് തന്നെ ദീർഘത്തോടു കൂടി തന്നെ പറയണം. അവിടെ ജനഹ എന്നായാൽ അവിടെ ഒന്ന് മാത്രമായിട്ട് മാറും. ഇങ്ങനെ കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇങ്ങനെ വരും: ബാലഹ ബാലൗ ബാലാഹ, പണ്ഡിതഃ പണ്ഡിതൗ പണ്ഡിതാഹ, സിംഹഃ സിംഹൗ സിംഹാഹ, ഗജഃ ഗജൗ ഗജാഹ. പുല്ലിംഗത്തിൽ ഇങ്ങനെ വരും. പുല്ലിംഗത്തിൽ തന്നെ അകാരാന്ത പുല്ലിംഗത്തില് ഈ പറഞ്ഞതൊക്കെ അകാരാന്തമാണ്. ഗജഹ അ എന്ന് അവസാനിക്കുന്നുണ്ട്, ഗജ എന്നുള്ളത് ആ എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അകാരാന്തമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അയാളുടെ പേര്, നാട്, ജോലി ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് പോലെ നമ്മൾ സംസ്കൃതത്തില് ഒരു പദത്തെ പരിചയപ്പെടുക. ആദ്യം ഇതേത് ലിംഗമാണ് എന്ന് നോക്കും. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, അതേത് ലിംഗമാണ്. ഇനി തൊട്ടടുത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ ഇതേത് അന്തമാണ് എന്ന് നോക്കും. അതായത് ഇപ്പൊ പുല്ലിംഗാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് അന്തമാണ്? അകാരാന്തമാണോ, ഇകാരാന്തമാണോ, ഉകാരാന്തമാണോ, ഋകാരാന്തമാണോ? ഇങ്ങനെ ലിംഗം, അന്തം, അന്ത, ലിംഗ, വിഭക്തി വചനങ്ങൾ എന്ന് പറയും. പിന്നെ ഏതാണ് വിഭക്തി എന്ന് നോക്കും. അത് നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ ഏതാണ് വചനം? ഈ 4 കാര്യങ്ങളാണ് ഒരു നാമപദത്തെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സംസ്കൃതത്തിൽ നോക്കുന്നത്. നമ്മൾ ഈ പേര്, നാട്, ജോലി എന്ന് പറയുന്നത് പോലെ 4 കാര്യങ്ങൾ സംസ്കൃതത്തിലെ നാമപദത്തെ പരിചയപ്പെടാൻ. അപ്പൊ പദങ്ങൾ തന്നെ നാമം ഉണ്ടാവും, ക്രിയ ഉണ്ടാവും. ആരുടെയെങ്കിലും പേര് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ, വസ്തുവിന്റെ പേര് പറയുന്നതിനെയാണ് നാമം എന്ന് പറയുക. ക്രിയ എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തിയാണ്. അപ്പൊ നാമപദത്തെ പരിചയപ്പെടാൻ അന്തം, ലിംഗം, വിഭക്തി, വചനം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ രാമഹ എന്നുള്ള പദം പറഞ്ഞാൽ അത് അകാരാന്തമാണ്, പുല്ലിംഗമാണ്, പ്രഥമ വിഭക്തിയാണ്, ഏകവചനമാണ്. ഇങ്ങനെയാണ്. ഇപ്പൊ രാമഹ എന്നുള്ള ശബ്ദത്തെ പരിചയപ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സംസ്കൃതം അറിയുന്ന ആളോട് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: അകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ ഏകവചനം. അപ്പൊ ഇവിടെ നമ്മള് ലിംഗങ്ങൾ 3 മനസ്സിലാക്കി. അതില് അന്തങ്ങളും പറഞ്ഞു, ലിംഗങ്ങൾ പറഞ്ഞു, വചനങ്ങളാണ് ഇപ്പോ പറയുന്നത്. പുല്ലിംഗത്തിന്റെ പറഞ്ഞു രാമഹ, രാമൗ, രാമാഹ.
വിദ്യാലയഃ വിദ്യാലയോ വിദ്യാലയാഃ, തസ്കരഃ തസ്കരൗ തസ്കരാഃ, അധ്യാപകഃ അധ്യാപകൗ അധ്യാപകാഃ. ഇത് അകാരാന്ത പുല്ലിംഗത്തിന്റെ വചനങ്ങള്. അകാരാന്തഃ പുല്ലിംഗഃ. ഇനി നമുക്ക് സ്ത്രീലിംഗത്തിലേക്ക് പോവാം. ഇപ്പൊ പുല്ലിംഗത്തിൽ തന്നെ അകാരാന്തം, ഇകാരാന്തം, മുകാരാന്തം, പ്രകാരാന്തം അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഹലന്തങ്ങൾ വേറെ ഉണ്ട്. ഹലന്തം എന്ന് വെച്ചാല് വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുന്നത്, രാജൻ ശബ്ദമൊക്കെ, അങ്ങനെയുള്ള കുറേ ശബ്ദങ്ങള്. ശബ്ദം എന്ന് വെച്ചാൽ പദമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ പദങ്ങള് വ്യഞ്ജനത്തിൽ അവസാനിക്കുന്നതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അകാരാന്ത പുല്ലിംഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോ വനിത, വനിതേ, വനിതാഹ എന്ന് വരും. അതായത് ആ, ഏ, ആഹ അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. അവസാനത്തെ ബഹുവചനം പുല്ലിംഗത്തിലെ പോലെ തന്നെയാണ്, ആഹ എന്നാണ് വരുന്നത്. ദ്വിവചനമാണ് മാറുന്നത്. ഇപ്പോ കൃഷ്ണഹ എന്നാണെങ്കിൽ കൃഷ്ണഹ കൃഷ്ണൗ എന്നാണ് ദ്വിവചനം. നേരെ മറിച്ച് ഇപ്പൊ രാധ എന്നാണെങ്കിൽ രാധേ എന്നാണ് ദ്വിവചനം. രാധ, രാധേ, രാധാഹ. സീത, സീതേ, സീതാഹ. വാടിക, വാടികേ, വാടികാഹ. ഗായിക, ഗായികേ, ഗായികാഹ. അപ്പൊ പലപ്പോഴും രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. എ എന്ന് അവസാനിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ലത, ലതേ, ലതാഹ. മാല, മാലേ, മാലാഹ. താര, താരേ, താരാഹ. ഇങ്ങനെ ആകാരാന്ത സ്ത്രീലിംഗത്തിൽ ഇതുപോലെ വരും. മഹിള, മഹിളേ, മഹിളാഹ ഇങ്ങനെ വരും. അപ്പോ പുല്ലിംഗവുമായിട്ടുള്ള വ്യത്യാസം ദ്വിവചനത്തിലാണ്. രാമഹ, രാമൗ ആണെങ്കിൽ സീത, സീതേ ആണ് ദ്വിവചനം. ഇനി നപുംസകലിംഗം ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ ഏകവചനവും ദ്വിവചനവും സ്ത്രീലിംഗത്തിലെ പോലെയാണ്. വനം, വനേ. ബഹുവചനം മാറുന്നു. വനാനി, വനം, വനേ, വനാനി. നയനം, നയനേ, നയനാനി. പുസ്തകം, പുസ്തകേ, പുസ്തകാനി. നക്ഷത്രം, നക്ഷത്രേ, നക്ഷത്രാണി. അവിടെ ഈ അവസാനത്തെ നീ എന്നുള്ളത്, അല്ലെങ്കിൽ അവസാനം വരുകൊണ്ട് നമ്മൾ നീ എന്നാണ് ഉച്ചരിക്കുക. നീ എന്നുള്ളത് നീ ആയിട്ട് മാറും ചിലയിടങ്ങളില്. അത് അതിനു മുമ്പായിട്ട് രായോ ഷായോ ഈ രണ്ട് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് ഈ ന ആയിട്ട് മാറുന്നത്. ഇപ്പൊ പുഷ്പാണി എന്നാണ് വരിക, പുഷ്പാണി അല്ല, പുഷ്പാണി. നക്ഷത്രാണി, ചിത്രാണി. ഇങ്ങനെ ചിലയിടങ്ങളില് നീ ആയിട്ട് മാറും. അത് അതിനു മുമ്പ് രാ ഷ ഈ രണ്ടക്ഷരങ്ങൾ വരുമ്പോഴാണ്. ഇത് ഓർത്തു വെക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഈ കാര്യം ഷെയർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും. എന്താണ്? യാനം, യാനേ, യാനാനി. യാനം വാഹനം ആണ്. ചിത്രം, ചിത്രേ, ചിത്രാണി. പുസ്തകം, പുസ്തകേ, പുസ്തകാനി. പുഷ്പം, പുഷ്പേ, പുഷ്പാണി. ഉദ്യാനം, ഉദ്യാനേ, ഉദ്യാനാനി. ഇങ്ങനെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം വരും. അപ്പൊ ഇത് കൂടുതൽ പദങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കൂടുതൽ പദങ്ങൾ എടുത്തിട്ട് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ആയിട്ട് പറഞ്ഞു നോക്കുന്നത്, അത് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട്, ഒരു പരിശീലനമായിട്ട് നമുക്കത് എടുക്കാം. അപ്പൊ സൂര്യഹ, സൂര്യഹ, സൂര്യൗ, സൂര്യാഹ. ചന്ദ്രഹ, ചന്ദ്രൗ, ചന്ദ്രാഹ. ഇങ്ങനെ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതില് ഈ അകാരാന്തമായിരിക്കണം എന്നേ ഉള്ളൂ. അതായത് ഹ എന്ന് അവസാനിക്കുന്നതായിരിക്കണം. നേരെ മറിച്ച് ഗുരുഹു ആണെങ്കിൽ ഇത് മാറും. അതിന്റെ ദ്വിവചനം, ബഹുവചനം വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് കൂടുതലായിട്ട്
ഞാൻ പദങ്ങൾ ഗ്രൂപ്പിലിടാം. അതിന്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എഴുതിയിട്ട് അങ്ങനെ പരിശീലിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് വചനത്തെ പറ്റിയിട്ട്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇനി നമ്മൾ ഓരോ ക്ലാസ്സിലും ചില സംഭാഷണ ഭാഗങ്ങൾ അത് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മമ നാമ അഹം ഇങ്ങനെ ഈ ഒരു വാക്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നയാളാണ്. മമ നാമ ഉമ അഹം അധ്യാപിക ഇങ്ങനെ പരിചയപ്പെടുത്താനാണ് പഠിച്ചത്. ഇവിടെ വേറൊരാളെ പരിചയപ്പെടുത്തുകയാണ്. വേറൊരാളെ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗത്തിലുള്ളതായിരിക്കണം, അതായത് പുരുഷനായിരിക്കണം. സഹ അധ്യാപക, ഇങ്ങനെ ഈ സഹ വെച്ചിട്ട് കുറച്ച് വാക്യങ്ങൾ എഴുതിയതാണ്. സഹ അധ്യാപക, അവൻ അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അയാൾ. സഹ അധ്യാപക, സഹ ഗുരുഹു, സഹ പണ്ഡിതഃ, സഹ കൃഷ്ണഃ, സഹ പുത്രഃ, സഹ സുന്ദരഃ, സഹ വൃദ്ധഃ, സഹ ചോരഃ. ചോരഃ അറിയുമെന്ന് വിചാരിക്കുന്നു, കള്ളൻ ആണ്. സഹ ചോരഃ, സഹ ഗായകഃ, സഹ നർത്തകഃ. ഇങ്ങനെ സഹ വെച്ചിട്ട്. അപ്പൊ ഇതുപോലെ സാ എന്ന് മാറ്റിയാൽ അവളായി. സഹ സാ. സഹ പണ്ഡിതഃ, സാ പണ്ഡിത. സഹ ഗായകഃ, സാ ഗായിക. സഹ പിതാ, സാ മാതാ. ഇങ്ങനെ സഹ സാ. അപ്പൊ ഇത് പറയുമ്പോ ചിലപ്പോ നമ്മൾ ഈ ഭാഗവതോ അല്ലെങ്കിൽ നാരായണിയോ ഒക്കെ വായിക്കുമ്പോ ഈ സഹ എന്നുള്ളതില് വിസർഗം ഉണ്ടാവില്ല. സ ഉത്ഥായ എന്നൊക്കെ കാണാം. അപ്പൊ അത് സംഭവിക്കുന്നത് ചില അക്ഷരങ്ങള് ഈ സഹ എന്നുള്ള പദം കഴിഞ്ഞ് വരുമ്പോ അതിനോടുകൂടെ ചേർന്നിട്ട് ഈ വിസർഗം ഇല്ലാതെയാവും. അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ കാണാം. സ ഏവം എന്നൊക്കെ കാണാം. അത് ഏതൊക്കെ അക്ഷരങ്ങൾ വരുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഈ സഹ എന്നുള്ളതില് ചിലപ്പോ സ എന്ന് മാത്രമേ നമ്മൾ ശ്ലോകത്തിലൊക്കെ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏത് അക്ഷരമാണ് എന്നതനുസരിച്ചിട്ടാണ് മാറുന്നത്. എല്ലായ്പ്പോഴും ഒന്നും മാറില്ല. ചില അക്ഷരങ്ങൾ അപ്പുറത്ത് വന്നാൽ ഈ സഹായിലെ വിസർഗം ലോപിച്ചു പോകും. ലോപിക്കുക എന്നാണ് പറയുക, ഇല്ലാതെയാവുക. അപ്പൊ അത് സന്ധിയില് വരുന്ന മാറ്റമാണ്. പിന്നെ പ്രധാനമായിട്ട് ഇങ്ങനെ ആ വിസർഗം ലോപിക്കുന്ന തരത്തിലാണ് കാണുന്നത്. സ എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പദച്ഛേദം ചെയ്ത് പറയുമ്പോൾ, അതായത് അതിലെ വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് വേറെ വേറെ ആക്കിയിട്ട് പറയുമ്പോൾ സഹ എന്നുള്ളതാണ് വാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്യം ഇതാണ്. സഹ വെച്ച് നമുക്ക് പുല്ലിംഗത്തിൽ ആരെ പറ്റിയും പറയാം. സഹ ഗുരുഹു, സഹ ശിഷ്യഃ, സഹ ആചാര്യഃ, സഹ സൂര്യഃ. സൂര്യനെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ സഹ സൂര്യഃ, സഹ ചന്ദ്രഃ. ഇങ്ങനെ പുല്ലിംഗായിരിക്കണം എന്നേ ഉള്ളൂ. അതുപോലെ സാ നർത്തകി, സാ ഗായിക, സാ അധ്യാപിക, സാ ചിത്രകാരി, സാ ലേഖിക, സാ മാത, സാ സോദരി, സാ അനുജ. ഇങ്ങനെ സഹ സാ. അപ്പൊ കൂടുതലായിട്ട് വാക്യങ്ങള് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ യുക്തി ഉപയോഗിച്ചിട്ട് മാത്രം അത് പുല്ലിംഗാണ് സ്ത്രീലിംഗാണ് എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വരികയാണെങ്കിൽ അത് ഞാൻ പറയാം. എന്തായാലും ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. പിന്നെ ഒരു ശ്ലോകം പരിചയപ്പെടണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അജ്ഞാനതിമിരാന്ധസ്യ എന്നുള്ളത് നമ്മളത് പഠിച്ചു. ഇപ്പൊ കർക്കിടക മാസമായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ശ്ലോകാവും കൂജന്തം രാമരാമേതി എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് പോവാം. ശ്ലോകം ഇതാണ്. കൂജന്തം രാമരാമേതി
മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാൽമീകി എന്നുള്ളത് പലരും ഇപ്പോഴും തെറ്റായിട്ട് എഴുതുന്നത് കാണാറുണ്ട്. ത് മീ അല്ല, ല് മീ ആണ്, ല് ആണ് അവിടെ. അതിപ്പോഴും പലരും തെറ്റായിട്ട് എഴുതുന്നത് കാണാറുണ്ട്, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ശ്ലോകം എല്ലാവർക്കും അറിയുന്നതാവും. എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് അതിലൂടെ ഒന്ന് പോകാം. ഇപ്പൊ നമ്മള് വന്ദേ എന്നുള്ളത് ആദ്യം തന്നെ പഠിച്ചു, പഠാമി സംസ്കൃതം നിത്യം, അവസാനം വന്ദേ സംസ്കൃതമാതരം. വന്ദേ എന്നുള്ള പദത്തിന് ഞാൻ വന്ദിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ അഹം എന്നുള്ള പദം ഇല്ലെങ്കിൽ കൂടി വന്ദേ എന്ന് കാണുമ്പോൾ ഞാൻ എന്നാണ്, അതവിടെ ഉറപ്പിച്ചതാണ്. വന്ദേ ആണെങ്കിൽ ഞാനാണ്, അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. വാൽമീകി കോകിലം വന്ദേ, വാൽമീകി ആകുന്ന കോകിലത്തെ വന്ദിക്കുന്നു. കോകിലം കുയിലാണ്, വാൽമീകി എന്ന കുയിലിനെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെ കൃഷ്ണം രാമം, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, രാമം വന്ദേ എന്നൊക്കെ പല പല ശ്ലോകങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അതിനെ എന്നുള്ള അർത്ഥാണ് ഈ എന്ന് വരുന്ന സമയത്ത്. കൃഷ്ണം എന്ന് വെച്ചാൽ കൃഷ്ണനെ, വസുദേവസുതം വസുദേവസുതനെ, അതുപോലെ ദേവകി പരമാനന്ദം, ദേവകിക്ക് പരമാനന്ദം കൊടുക്കുന്നയാളെ, ആ അർത്ഥാണ്. ഇപ്പൊ വാൽമീകി കോകിലം എന്ന് പറഞ്ഞാൽ വാൽമീകി ആകുന്ന കോകിലത്തെ, കുയിലിനെ വന്ദേ വന്ദിക്കുന്നു. അപ്പൊ വാൽമീകി ആകുന്ന കോകിലത്തിന്റെ ആ ഒരു വാക്കിന്റെ വിശേഷണങ്ങളാണ് മുമ്പ് പറഞ്ഞത്. കൂജന്തം വാൽമീകി കോകിലം വന്ദേ, പാടിക്കൊണ്ടിരിക്കുന്ന, കൂജനം ചെയ്തുകൊണ്ടിരിക്കുന്ന വാൽമീകിയാകുന്ന കോകിലത്തെ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് സംസ്കൃതത്തിന്. വാൽമീകിയെ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന വിശേഷണങ്ങളൊക്കെ ആ തരത്തിലായിരിക്കും. അതായത് പാടിക്കൊണ്ടിരിക്കുന്നയാളെ വാൽമീകിയെ, അതുകൊണ്ടാണ് കൂജന്തം എന്ന് അവിടെയും ആ തരത്തിൽ വന്നത്. കൂജന്തം വാൽമീകി കോകിലം വന്ദേ. അപ്പൊ എന്ത് പാടിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള ചോദ്യം വരും. രാമ രാമ ഇതി, രാമ രാമ എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ എങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന? മധുരം മധുരാക്ഷരം. അത് നമുക്ക് പലതരത്തിൽ പറയാം. അതായത് മധുരമായിട്ടുള്ള, മധുര അക്ഷരമായിട്ടുള്ള രാമൻ എന്നുള്ള ആ അക്ഷരത്തെ, ആ പദത്തിനെ മധുരമായി പാടിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ പറയാം. അതായത് ഈ അക്ഷരം തന്നെ, വാക്ക് തന്നെ മധുരമാണ്, അങ്ങനെയുള്ള വാക്കിനെ അതിമധുരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ പറയാം. അല്ലാതെ ഈ മധുരം മധുരാക്ഷരം എന്നുള്ളതിനെ ഈ രാമ രാമ എന്നുള്ളതിന്റെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് രാമ രാമ എന്ന് മധുരമായി പാടിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ ഈ ഒരു മധുരം മധുരാക്ഷരം എന്നുള്ളതിനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് ചേർക്കാം. എന്തായാലും മധുരമായിട്ട് മധുര അക്ഷരമായ രാമ രാമ എന്ന് പൂജനം ചെയ്തുകൊണ്ടിരിക്കുന്ന വാൽമീകി കോകിലത്തെ വന്ദിക്കുന്നു. എങ്ങനെയാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കവിതാശാഖാം ആരുഹ്യ, കവിതയാകുന്ന ശാഖയിൽ കയറി ഇരുന്നിട്ട്. ആരുഹ്യ എന്നുള്ളതിന് കയറിയിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ കുയില് മരക്കൊമ്പിലിരുന്നിട്ട് പാടുകയാണല്ലോ ചെയ്യാ. അപ്പൊ ഈ മരക്കൊമ്പ് ഏതാണ്? കവിതയാകുന്ന കൊമ്പാണ്. കവിതാശാഖാം, കവിതയാകുന്ന ശാഖയിൽ കയറിയിരുന്നിട്ട് രാമ രാമ എന്ന് മധുരമായിട്ട്, ആ മധുരമായ അക്ഷരമായ രാമ, രാമ എന്നുള്ളത് തന്നെ മധുരമായ അക്ഷരമാണ്. ആ ഒരു അക്ഷരത്തെ മധുരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന വാൽമീകിയാകുന്ന കോകിലത്തെ വന്ദിക്കുന്നു. അപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള ശ്ലോകമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകത്തെ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പറഞ്ഞതുപോലെ ഇപ്പോൾ സഹ വെച്ച് അല്ലെങ്കിൽ സാ വെച്ചിട്ട് കൂടുതൽ വാക്യങ്ങൾ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാം. സമയം കുറച്ച് വൈകിട്ടുണ്ട്. നമസ്തേ. വളരെ സന്തോഷം ടീച്ചറെ.
ടീച്ചർ അടുത്ത ക്ലാസ് നമ്മുടെ 24-ാം തീയതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് വിട്ടുപോയി. അത് ഈ രാമായണ ക്ലാസ് നടക്കുന്നത് കൊണ്ടാണ് അത് വിട്ടുപോയത്. അപ്പൊ അതിന്റെ ക്ലാസ്സാണ് ഇന്ന് തുടർന്ന് വന്നത്. അപ്പൊ ഇനി നമുക്ക് ആ ഡേറ്റ് ഒന്നും എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇന്ന് 10-ാം തീയതി, 17, 24-ാം തീയതിയാണ് വരുന്നത്. 24-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ്. ഇന്ന് 7:30-ക്കായിരുന്നു. 24-ന് 7 മണിക്കായിരിക്കും നമ്മുടെ ഈ സുഹൃത സംസ്കൃതം ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷം ടീച്ചറെ. നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കർ. ജയശങ്കർ. ജയശങ്കർ.